സ്വർണത്തെ വലിച്ചു താഴെ ഇറക്കിയ ഒറ്റയാന് ആരാണ് കെവിന് വാഷ്? സ്വർണത്തിന്റെ അന്തകനോ? ഇത്രയും കാലം സ്വർണവില കയറ്റിയത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളായിരുന്നു. താരിഫ് മുതൽ ഇറാന് യുദ്ധപ്രഖ്യാപനം വരെ നടത്തി ട്രംപ് സ്വർണവിലയെ കത്തിച്ചു. ഇന്നലെ ട്രംപ് എടുത്ത മറ്റൊരു തീരുമാനം സ്വർണവിലയെ വലിച്ചു താഴെയിട്ടു. വെള്ളിയാഴ്ചയാണ് യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പുതിയ ചെയർമാനായി മുൻ ഫെഡ് ഗവർണർ കെവിന് വാഷിനെ ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതോടെ ചരിത്രത്തിലെ തന്നെ വലിയ ഇടിവിലേക്ക് സ്വർണവും വെള്ളിയും എത്തി. വമ്പന ഇടിവിൽ സ്വർണം. രാജ്യാന്തര വിപണിയിലെ ട്രോയ് ഔൺസിന് $4,889.40 സ്വർണവില വ്യാപാരം അവസാനിപ്പിച്ചത്. 9.50% സ്വർണവിലയിലുണ്ടായ ഇടിവ് വ്യാഴാഴ്ച $5,594.82 ശേഷമായിരുന്നു സ്വർണവില താഴോട്ടിറങ്ങിയത്. 1983 ശേഷമുള്ള ഏറ്റവും വലിയ ദൈനംദിന ഇടിവാണിത്. അതേസമയം ഏകദേശം 30% ഇടിഞ്ഞ് $85.15 വെള്ളി വ്യാപാരം അവസാനിപ്പിച്ചത്. വെള്ളിക്ക് ചരിത്രത്തിലെ ഏറ്റവും മോശം ദിവസമായിരുന്നു ഇന്നലെ. വ്യാഴാഴ്ച $121.64 ശേഷമാണ് വെള്ളിയുടെ ഇടിവ്. ഓൾസോ റെഡ് സ്വർണവിലയിൽ വൻ ഇടിവ്. പവന് കുറഞ്ഞത് 6000-ത്തിലേറെ. ഡോളർ സൂചിക 0.7% മുന്നേറി. 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ ശേഷമാണ് ഡോളർ തിരിച്ചുകയറിയത്. ഇതോടെ വിദേശ വാങ്ങുന്നവർക്ക് സ്വർണം കൂടുതൽ ചെലവേറിയതായി. ഇതിനെല്ലാം പിന്നിൽ കെവിന് വാഷിന്റെ വരവാണ്. എന്തുകൊണ്ട് സ്വർണം ഈ പേരിനെ ഇത്ര ഭയപ്പെടുന്നത്? കെവിന് വാഷിന്റെ നയങ്ങള്. ട്രംപിന്റെ കുറഞ്ഞ പലിശ നിരക്കുകളെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും വിപണിയിലേക്ക് പണമിറക്കുന്നതിന് ആശ്രയിക്കുന്ന നയങ്ങളോട് വിമുഖത കാട്ടുന്നയാളാണ് കെവിന് വാഷ്. 2008 സാമ്പത്തിക മാന്ദ്യകാലത്ത് ഫെഡറൽ റിസർവിന്റെ ബോർഡ് ഓഫ് ഗവർണറിൽ ഒരാളായിരുന്നു അദ്ദേഹം. മാന്ദ്യകാലത്ത് സമ്പദ്വ്യവസ്ഥയെ ഉണർത്താന് വിപണിയിലേക്ക് പണം പമ്പ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് രീതി ഫെഡ് ആദ്യം അവതരിപ്പിച്ചതും ഈ സമയത്താണ്. ഈ രീതിക്കെതിരായിരുന്നു കെവിന് വാഷ്. ബോണ്ട് വാങ്ങുന്നത് പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നും വിപണിയെ തകർക്കുമെന്നുമായിരുന്നു കെവിന് വാഷിന്റെ നിലപാട്. ഇതോടെ ഹോക്കിഷ് വിലക്കയറ്റം തടയുന്നതിനായി പലിശ നിരക്ക് വർദ്ധിപ്പിക്കണം നിലപാടുകാരനായാണ് കെവിന് വാഷ് അറിയപ്പെടുന്നത്. സ്വർണത്തിന് തിരിച്ചടി. ഉയർന്ന പലിശ നിരക്കുകളും ശക്തമായ ഡോളറും സാധാരണയായി സ്വർണത്തിന്റെ വില കുറയാന് കാരണമാകും. ഡോളർ ദുർബലമാകുന്ന സമയത്താണ് സ്വർണം മികച്ച പ്രകടനം നടത്തുന്നത്. ഫെഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് പലിശ നിരക്ക് കുറക്കാന് താൽപര്യപ്പെടുന്നൊരാളെ നിയമിക്കുമെന്നാണ് മാസങ്ങളായി വിപണി പ്രതീക്ഷിച്ചിരുന്നത്. വാഷിന്റെ വരവ് ഇതിന് വിരുദ്ധമായി. ഇതോടെ സ്വർണം, വെള്ളി വിപണികൾ തകർന്നു. നിലവിലെ ഫെഡ് ചെയർമാന് ജെറോം പവലിന് മെയ് മാസം വരെ കാലാവധിയുണ്ട്. ഇതിനുശേഷം വാഷ് സ്ഥാനമേൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഷ് സ്ഥാനമേറ്റെടുത്ത ശേഷം തന്റെ പഴയ നിലപാടുകൾ തുടരുകയാണെങ്കിൽ ഇത് സ്വർണവിലയിലെ വിലയൊരു വഴിത്തിരിവാകും. എന്നാൽ ട്രംപിനെ പിണക്കി അദ്ദേഹം മുന്നോട്ടു പോകില്ലെന്നും പലിശ നിരക്കുകൾ കുറക്കുമെന്നും വാദിക്കുന്ന വിഭാഗവുമുണ്ട്. അങ്ങനെയെങ്കിൽ പലിശ നിരക്ക് കുറയുന്ന ഘട്ടത്തിൽ സ്വർണവിലയും മുന്നേറും.